നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളോടുള്ള അവരുടെ സത്യസന്ധമായ ഫീലിങ്സ്, ശരിക്കും നിങ്ങളോട് അവരുടെ ഉള്ളിൽ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കറൻറ്റ്ലി അവർ നേരിടുന്ന വെല്ലുവിളി, അവരുടെ ജീവിതത്തിൽ എന്താണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് ആർക്കു വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേര് ഒരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. റീഡിങ്സിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാവാൻ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെ നിങ്ങൾ കാണണം. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ, കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലായിരിക്കണം ഈ ഒരു റിലേഷൻ എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം എന്താണോ അത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അഫർമേഷൻസ് രൂപത്തിൽ രേഖപ്പെടുത്തുക കേട്ടോ. അതായത് അത് നിരന്തരം നമ്മളിങ്ങനെ ഒരേ കാര്യം വളരെ ഹൃദയത്തിൽ തട്ടി, അതായത് ഒരു വിഷ്വലൈസേഷനോട് കൂടി നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ അക്ഷരങ്ങളുടെ മാജിക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഏത് രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു റിലേഷൻ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതായത് ആ ഒരു വ്യക്തിയുടെ സ്നേഹവും പ്രസൻസും ആ വ്യക്തിയുടെ കെയറിങ്ങും എല്ലാം എനിക്ക് ലഭിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്നോ, അതല്ല നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ല ഒരു പേഴ്സൺ എങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഏത് രീതിയിൽ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം നിങ്ങളിലുള്ളത് നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് തന്നെ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയാൻ ശ്രമിക്കുക. മനസ്സിനകത്തുള്ള ഭാരങ്ങൾ റൈറ്റ് ഹീലിങ്ങിലൂടെ എഴുതി കത്തിച്ച് കളഞ്ഞ് വളരെ പരിശുദ്ധമാകുക. ശുദ്ധ മനസ്സോടുകൂടി നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നിങ്ങൾക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. ജീവിതത്തിൽ മാജിക്കുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ, അതുപോലെ നിങ്ങളുടെ ബ്ലോക്കേജുകളെ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിവിധി കണ്ടു മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഗൈഡൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ടാറോ റീഡിങ്സിൽ നിന്നും 100% ലഭിക്കുന്നതാണ്. എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചശക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സിൽ നിന്ന് ലഭിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതും മനസ്സിലാക്കി തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. പ്രാർത്ഥനയോടുകൂടി തന്നെ നിങ്ങളിതിനെ അക്സെപ്റ്റ് ചെയ്യുക. അവർക്ക് നിങ്ങളോടുള്ള സത്യസന്ധമായൊരു ഫീലിങ്സ് എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന 3 സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ശരിക്കും അവർ വിലപിക്കുന്നൊരവസ്ഥയാണ്, നിരാശപ്പെടുന്ന അവസ്ഥയാണ്, ശക്തമാകുന്ന ഒരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ്. 4 വശത്ത് നിന്നും അവർക്ക് വലിയ ശക്തമാകുന്ന ആഘാതമേറ്റിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ശരിക്കും നിങ്ങളെ ഓർത്ത് ആ ഒരു പേഴ്സൺ കുറ്റബോധം കൊണ്ടോ അല്ലെങ്കിൽ നഷ്ടബോധം കൊണ്ടോ നിലവിളിക്കുന്ന ഒരു സിറ്റുവേഷൻസ് തന്നെയാണ്. ശരിക്കും ശക്തമാകുന്ന, അവർക്ക് ഒരു വ്യക്തിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഫീലിങ്സ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഇതൊരു കർമ്മ ബേസാണ് കേട്ടോ. നിങ്ങളോട് അവർ ചീറ്റിംഗ് ആണ് ചെയ്തതെങ്കിൽ, നിങ്ങളുമായിട്ടൊരു നോ കോണ്ടാക്റ്റ് എനർജിയിലാണ് ആ ഒരു വ്യക്തി പോകേണ്ടി വന്നതെങ്കിൽ അത് കർമ്മപരമായിട്ടുള്ള ഒരു വിധിയാണ്. പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്തുള്ള ഒരു വിധിയായിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻസിന് പറയാൻ പറ്റുന്നത്. പൂർവജന്മ പാപമായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. അതിൻ്റെ ഫലം അവരാ ഒരു പാപം ചെയ്ത് ആ പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കുകയാണ്, അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. അവർ പൂർണ്ണമായിട്ടും ബന്ധനമാണ് കേട്ടോ. ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധനത്തിലാണ്. അവരെ സംബന്ധിച്ച് കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് വളരെയധികം സ്ട്രഗിൾ എനർജിയിലാണ്, ഇമോഷണൽ സ്ട്രഗിളിങ്ങിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. ദുസ്വപ്നങ്ങളെ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസുമാണ്. അവരിലേക്ക് എന്തൊക്കെയോ
നെഗറ്റീവ് ആകുന്ന എനർജികൾ അവരെ ആക്രമിക്കുന്ന പോലത്തെ ഉള്ള ഒരു ഭീതി നിറഞ്ഞ ഒരു സിറ്റുവേഷൻസിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ ഫ്യൂച്ചറിനെ അവർ ഭയങ്കരമായിട്ടും പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം അവരിനി എത്ര വലിയ ശക്തമാകുന്ന മൈൻഡ് സെറ്റുള്ള മെയിലായിക്കോട്ടെ ഫീമെയിലായിക്കോട്ടെ, നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ ഫ്യൂച്ചറിനെ അവർ ഭയങ്കര ഭീതിയോടുകൂടി, അതായത് നമ്മൾ ഈ ഭയത്തിനേക്കാൾ ഒരു പിടി മുന്നിലേക്കുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദുസ്വപ്നങ്ങൾ കാണുന്ന ഒരു സിറ്റുവേഷൻസാണ് അവരുടെ കറൻറ്റ് സമയമെന്ന് പറയുന്നത്. ശരിക്കും അവരിൽ നിന്നും അവർക്ക് വേണ്ടപ്പെട്ട പോസിറ്റീവ് എനർജികളെല്ലാം വേർപെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു പ്രേതഭൂമിയിൽ ചെന്ന് പെട്ട പോലത്തെ ഒരു ഫീലിങ്സ് ആണ് അവരെ സംബന്ധിച്ച് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ശരിക്കും അവരെ നമുക്ക് ആ ഒരു അവസ്ഥ എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ചെയ്ത് തരണമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്തതിനും അപ്പുറമുള്ള ഒരു സാഹചര്യത്തിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരടി പോലും മുന്നോട്ടേക്ക് വയ്ക്കുവാൻ സാധിക്കാത്ത വിധം അവരെ ഭയം ആണ് അവരെ പൂർണ്ണമായിട്ടും വിഴുങ്ങി നിൽക്കുന്നത്. അവർ ഭയത്തിൽ പെട്ട് നിൽക്കുകയാണ്. അവർക്ക് ചുറ്റും എന്തൊക്കെ ഉണ്ടെങ്കിലും ആരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഭയമെന്ന് പറയുന്ന ആ ഒരു എനർജീനെ അവർ പൂർണ്ണമായിട്ടും ആ ഒരു എനർജിക്ക് അവർ കീഴടങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തിയും സ്വയം പശ്ചാത്തപിച്ചും സ്വയം എന്താ പറയുക ഒരു സ്വയം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുമൊക്കെ നിൽക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസൊക്കെയാണ് കാണുന്നത്. ഒരു പക്ഷേ അവരുടെ ചില തീരുമാനങ്ങൾ എടുത്തുചാട്ടം അത് അവർക്ക് നെഗറ്റീവായ സിറ്റുവേഷൻസ് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷയോട് കൂടി വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ ചില നീക്കങ്ങൾ പൂർണ്ണമായിട്ടും പാളിച്ച പറ്റിയതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏതൊക്കെയോ സിറ്റുവേഷൻസുകളിൽ നിന്നും അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധമുള്ള ശക്തമാകുന്ന വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്, ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും പാസ്റ്റിലേക്ക് അവർക്ക് തിരിഞ്ഞു നോക്കുമ്പം അവിടെയാണ് അവരിൽ ഒരു പൂർണ്ണത കാണാൻ സാധിക്കുന്നത്. അവരുടെ സ്വപ്നങ്ങൾ, അവർക്കൊരു ഇൻസ്പിറേഷൻ, ഇതെല്ലാം പാസ്റ്റ് എനർജിയിലേക്ക് അവർക്ക് ലഭിച്ചിരുന്നുള്ളൂ. അവർ തുടങ്ങി വെച്ച ബുദ്ധിപൂർവം വളരെ പോസിറ്റീവാണ്, സക്സസ് ആണ്, ഒരു പദവിയിലെത്താൻ പറ്റും, അവരെ മറ്റെല്ലാവരാലും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കിരീടമണിയാൻ പറ്റുമെന്ന് ഇവർ ചിന്തിച്ചെടുത്ത് ഇവർക്ക് ശക്തമാകുന്ന വീഴ്ച പറ്റിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കറൻറ്റ്ലി നിങ്ങളോടുള്ള ആ ഒരു ഹൈഡ് ചെയ്യുന്ന ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പോസിറ്റിവിറ്റി, നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്ന ആ ഒരു സപ്പോർട്ട്, അതെല്ലാം അവർ വാല്യൂ കൽപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു ഡാർക്ക് സിറ്റുവേഷൻസാണ് നിങ്ങളുടെ വ്യക്തിയുടേത്. അവർ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് അവരൊരു ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതായത് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്കൊരു ഭയമാണ്, അതല്ലെങ്കിൽ അവർക്കൊരു ലോസ് എനർജിയാണ്. അത് കണക്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങളോട് ഉള്ള ആ ഒരു ഫീലിങ്സ് അവർ ഹൈഡ് ചെയ്യുന്ന അവരുടെ ആ സത്യസന്ധമാകുന്നൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് സൺറൈസിങ് ആണ് കേട്ടോ. നിങ്ങളെ അവർ മാറി നിന്ന് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രഷ്യസ്നെസ്, നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആണെങ്കിലും പുറമേ നിങ്ങൾ വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ഹാപ്പി മൂഡോടുകൂടി ആയിരിക്കാം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ആ ഒരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി, അവരുടെ സാന്നിധ്യം അസാന്നിധ്യത്തിലും നിങ്ങൾ എത്ര ഹാപ്പിനെസ്സോടു കൂടിയാണ് കടന്നു പോകുന്നതെന്നൊക്കെ അവർ വളരെ അത്ഭുതകരമായിട്ട് ചിന്തിക്കുകയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു പ്രഷ്യസ്നെസ്സിനെ അവർ വല്ലാതെ എന്താ പറയുക അഭിനന്ദിക്കുന്ന ഒരവസ്ഥ, മനസ്സുകൊണ്ട് അവർ അംഗീകരിക്കുന്ന ഒരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നിങ്ങളുടെ പോസിറ്റിവിറ്റി പൂർണ്ണത, കാരണം നിങ്ങളിൽ അവർ കുറ്റങ്ങളും നല്ലതിനോടൊപ്പം തന്നെ നിങ്ങളുടെ തെറ്റുകളെയും മുന്നിൽ കാണിച്ചു കൊണ്ടിരുന്നൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ എത്ര നന്മ ചെയ്താലും നന്മയെ അംഗീകരിച്ചാലും നിങ്ങളിൽ ചെറിയ ചെറിയ തെറ്റുകളെ ആ നന്മയോടൊപ്പം ചേർത്ത് വെച്ച് വാദിച്ചു കൊണ്ടിരുന്നൊരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തി.
വളരെയധികം ഈഗോ എനർജിയും അതുപോലെ തന്നെ കുറച്ചൊരു സെൽഫിഷ് എനർജിയും ഒക്കെ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന പേഴ്സണുമാവാം ഈ ഒരു വ്യക്തി. പക്ഷേ ഇപ്പം മാറി നിന്നുകൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ ഒരു ലജ്ജ തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങൾ എത്ര പ്രഷ്യസ് ആയിരുന്നു, നിങ്ങൾ എത്ര പോസിറ്റിവിറ്റി ആയിരുന്നു. ശരിക്കും നിങ്ങളുടെ മുന്നിൽ ഒരു 2 ഫേസ് എനർജിയിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. ആ ഒരു സമയത്ത്, നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ എല്ലാ രീതിയിലും സക്സസ് ആയിരുന്നു കാണും. അത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ മേഖലയിലാണെങ്കിലും അവർക്ക് ബുദ്ധിപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിരുന്ന് കാണും. ഇമോഷണൽ ബാലൻസ്, സ്നേഹത്തിനൊന്നും വലിയ വാല്യൂ കൽപ്പിച്ചിരുന്നില്ല അവർ. കാരണം ആ ഒരു ടൈമിൽ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കാരണം അവർ സ്നേഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പം നമുക്കതിൻ്റെ സ്നേഹത്തിൻ്റെ ലോസ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രസൻസ് നമുക്കൊരിക്കലും നമുക്കതില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്നൊരു ഫീലിങ്സ്. അതായത് അവരെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്നൊരു സമയവുമായിരിക്കാം പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് അവരും വളരെയധികം മതിമറന്ന ഒരു സമയമായിരുന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ആ ടൈമിൽ നിങ്ങളോട് അവരൊരു 2 ഫേസ് എനർജിയിൽ നിന്നു. അതേ 2 ഫേസ് എനർജിയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവരനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അവർ പുറത്ത് പ്രകടിപ്പിക്കാത്ത വിധം ക്ലാരിറ്റിയോടുകൂടി നിൽക്കുമ്പോഴും അവർ ശരിക്കും ഉള്ളുകൊണ്ട് കരയുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഫസ്റ്റ് എനർജിയാണ് അവരുടെ എനർജി എന്ന് പറയുന്നത്. ഭയം നിറഞ്ഞ, അതായത് ദുസ്വപ്നങ്ങൾ കാണുന്ന, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് മനസ്സമാധാനം കെട്ട് ഉറക്കം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസാണ്. വിലപിക്കുന്ന ഒരു എനർജിയാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻസ്. പക്ഷേ ഇവിടെയും 2 ഫേസ് എനർജിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുമായിട്ട് മീറ്റപ്പ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും കാണുകയും വ്യക്തിയെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവിടെ വളരെ ശക്തമായിട്ട് അഭിനയിച്ചു കൂട്ടുന്നു. പുറമേ ഉള്ള വ്യക്തിയല്ല ഉള്ളുകൊണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊള്ളുക. ഒരു ഭയത്തോടു കൂടിയാണ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ഒരു അസാധ്യമായ കാര്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ബൗണ്ടറി ഉണ്ട് എന്നുള്ളതും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയുക എന്നത് അസാധ്യമായിരിക്കും ഈ ഒരു പേഴ്സണ്. കാരണം പാസ്റ്റിൽ നിങ്ങളെക്കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ വിധം നിങ്ങളെ വാക്കുകളെ മുട്ടിച്ച് നിർത്തിയ, നിങ്ങൾക്ക് സംസാരിക്കാൻ വാക്കുകൾ നൽകാതെ നിന്ന സമയം ഉണ്ടായിട്ടുണ്ടാവാം. എന്താണെങ്കിലും കറൻറ്റ്ലി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു ഒരു അസാധ്യമായ ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. കാരണം നിങ്ങളെ അതുപോലെ പാസ്റ്റിൽ നിർത്തിച്ചിട്ടുണ്ട്. അതേ അവസ്ഥയിൽ ഇന്ന് അവർ സ്വയം നിൽക്കുന്നു. ആരും അവരെ നിർത്തിക്കുന്നതല്ല, അവർ സ്വയം നിൽക്കുന്നു. കാരണം അവർക്ക് ആ ഒരു ചെയ്ത തെറ്റിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ചെയ്ത് തീർത്ത തെറ്റുകൾ മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പുനർവിചിന്തനം നടത്താനുമുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ ഒരു എനർജിയെ കാണുന്നുണ്ട്. 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇമോഷൻസിന്, നിങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്ത സ്നേഹത്തെ പല വട്ടം അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പല പ്രാവശ്യങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ്, നിങ്ങളുമായിട്ട് പിണങ്ങി പോവുക, വീണ്ടും നിങ്ങൾ കപ്പ് ഓഫ് ലവുമായിട്ട് ചെയ്യുക, അപ്പോഴൊക്കെ വേണോ വേണ്ടയോ എന്നുള്ളൊരു വിമ്മിഷ്ടത്തോടു കൂടി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങളെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്ത സമയങ്ങളും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പലവട്ടം നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. പലവട്ടം നിങ്ങൾക്കിടയിൽ നോ കോണ്ടാക്റ്റും അതുപോലെ തന്നെ റീയൂണിയനും മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അപ്പോഴെല്ലാം നിങ്ങളുടെ ഇമോഷൻസിനെ അവർ സ്വീകരിക്കാതെ ജസ്റ്റ് ഒരു ടൈം നിങ്ങൾക്ക് നൽകി മാത്രം നിലനിന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ആ സ്ഥാനത്ത് ഇപ്പം നിങ്ങളോടൊരു അൺകണ്ടീഷണൽ ലവ്, അതായത് നിങ്ങളുടെ ഒരു കപ്പ് ഓഫ് ലവ് ലഭിച്ചിരുന്നെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടു കൂടി കാര്യങ്ങൾ കണക്റ്റ് ചെയ്ത് പോകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സ്വയം പുനർവിചിന്തനം നടത്തുകയാണ്. സ്വയം അവരവരുടെ മനസ്സാക്ഷിയോട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലായിടത്തു നിന്നും ഉൾവലിഞ്ഞ് നിൽക്കുന്നുണ്ട്. തെറ്റുകൾ തിരുത്താനായിട്ട് അവർ കണ്ടിരിക്കുന്ന മാർഗം അവരുടെ മുമ്പിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും, സന്തോഷങ്ങളെയാണെങ്കിലും ദുഃഖങ്ങളെയാണെങ്കിലും ഒന്നിലും ഇൻവോൾവ് ആകാതെ ഒറ്റപ്പെട്ട് നിൽക്കുക, കുറച്ച് നാൾ ഒന്ന് ഹീലാവുക എന്നതൊക്കെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം, അവർ ഫോക്കസ് ചെയ്യുന്നത്, അവർ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അവരുടെ ഉറക്കം കെട്ടുപോകുന്നത്, ഇതെല്ലാം നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ
റീയൂണിയനെ ബേസ് ചെയ്ത് തന്നെയാണ് അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും റീയൂണിയൻ എനർജിയുടെ പ്രസൻസ്. പക്ഷേ അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരിക എന്നത് നിങ്ങളെ അവർ പല വട്ടം റിജക്റ്റ് ചെയ്തതാണ്. നിങ്ങളെ അവർ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയൊരു സിറ്റുവേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഈ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നത് ബുദ്ധിമുട്ടായിട്ട് സ്വയം ഉൾവലിഞ്ഞ് നിൽക്കുന്നത്, സ്വയം കുറ്റപ്പെടുത്തി നിൽക്കുന്ന സിറ്റുവേഷൻസാണ്, തെറ്റുകൾ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസാണ്. ദ വേൾഡ് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈഗോ എല്ലാം പൂർണ്ണമായിട്ടും അവസാനിച്ച് കേട്ടോ. എത്രത്തോളം ഈഗോ ഉണ്ടായിരുന്നു, എത്രത്തോളം സെൽഫിഷ് മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, എത്രത്തോളം മറ്റെല്ലാ ബന്ധങ്ങളിലും ബൗണ്ടറി ഇട്ട് ആ ഒരു എലോൺ എനർജിയിൽ നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ സിറ്റുവേഷൻസ്, ആ വ്യക്തിയിലുണ്ടായിരുന്ന അഹങ്കാരത്തിൻ്റെ എല്ലാ അവസ്ഥകളും അവസാനിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ചെറുതായിട്ട് സ്വപ്നം കാണാൻ തുടങ്ങിയെന്ന് പറയാൻ പറ്റും. ആഗ്രഹങ്ങൾ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമൊക്കെയുള്ളൊരു ആഗ്രഹത്തിലേക്കും മറ്റുള്ളവരെ ഒന്ന് അറിയാൻ ശ്രമിക്കണമെന്നും മറ്റെല്ലാവരോടും ഒന്ന് കണക്റ്റ് ചെയ്ത് കൂടണമെന്നും സന്തോഷിക്കണമെന്നും ഒക്കെയുള്ള ഒരു ചിന്തയിലേക്ക് ഈ ഒരു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ദ വേൾഡ് കാർഡ് എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ വ്യക്തിയായി തീരാൻ, പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റികളെയും പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് പോസിറ്റീവിലേക്ക് വരാൻ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ ഒരു വ്യക്തി മാറാൻ തീരുമാനിച്ചു. ആ ഒരു വ്യക്തി റിജക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാറി നിന്ന പല സിറ്റുവേഷൻസുകളിലേക്കും തിരിച്ച് കയറി ചെല്ലാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. എന്താണെങ്കിലും ഒരു റീകണക്ഷൻസ്, ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി എനർജി ആഗ്രഹിക്കുന്നുണ്ട്. അവരും നിങ്ങളും തമ്മിലുള്ള റീയൂണിയൻ സാധ്യമായാൽ 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, നിങ്ങളെ അനുസരിച്ച് നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഒരു പേഴ്സൺ നിലനിൽക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് നൽകും എല്ലാ തരത്തിലെ അധികാരവും ആ വ്യക്തിയിൽ നടപ്പിലാക്കാനായിട്ട്. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരു സമയത്ത് കൺട്രോൾ ചെയ്യുകയും ആ വ്യക്തിയുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് വ്യതിചലിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ പൂർണ്ണമായിട്ടും ബന്ധനത്തിലാക്കുകയും ചെയ്തെങ്കിൽ ഇനി റീയൂണിയൻ പ്രസൻസിലേക്ക് വരുമ്പം എല്ലാ കാര്യങ്ങളെയും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത്. 100% നിങ്ങളുടെ കൺട്രോളിൽ തന്നെ ഈ ഒരു പേഴ്സൺ അറിഞ്ഞു ഒതുങ്ങിക്കൂടുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിംഗ് ആണ്, ന്യായം ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ കാണുന്നത് ഒരു ബ്ലോക്കിംഗ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഒരു പക്ഷേ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അതല്ലേ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന ബൗണ്ടറി തീർത്ത് നിർത്തിയിട്ടുണ്ടാവാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുടെയെങ്കിലുമൊക്കെ പ്രസൻസ് നിങ്ങളുടെ റിലേഷന് മധ്യേ നിൽക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയാണ്. ശരിക്കും നിങ്ങളെയും അവരെയും കണക്റ്റ് ചെയ്യുമ്പോൾ എന്താണൊരു തീരുമാനം എടുക്കേണ്ടതെന്നുള്ളിടത്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് മാറ്റിവിടുന്ന ചില വ്യക്തിബന്ധങ്ങളുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെല്ലാം അവസാനിപ്പിക്കുക എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റുള്ളവർക്കിനി നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ നിങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുന്നിടത്തേക്ക് ഫേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു തീരുമാനം കറൻറ്റിലി അവർ എടുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നതിന് ഒരു കാരണമായതും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, നിങ്ങളെ നെഗറ്റീവായിട്ട് കണ്ടിരുന്ന സിറ്റുവേഷൻസുകളെല്ലാം ഈ ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി കിട്ടിയതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ ഒരു ഫ്രഷ് എനർജി ആയിട്ട്, ഒരു അബണ്ടൻസ് ആയിട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോട്ടറി എനർജി ആയിട്ട് തന്നെ നിങ്ങളെ കാണുന്നു. ഒരു ഭാഗ്യം കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ലൊരു ഭാഗ്യം എനർജി ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഒരു വ്യക്തി കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ശരിക്കും മെഡിറ്റേഷനും പ്രാർത്ഥനയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൺഫ്യൂഷനാണ് അവരാഗ്രഹിക്കുന്ന പോലെ
കാര്യങ്ങൾ സാധ്യമാകുമോ എന്നുള്ളത് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്ന പോലെ ഇമോഷണൽ ബാലൻസോട് കൂടി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വരുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എനർജി അവരുടെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും വളരെ ശക്തമായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അവരുടെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. എവിടെയാണോ കാര്യങ്ങൾ അവസാനിച്ചത് അവിടെ നിന്നും കാര്യങ്ങൾ തുടങ്ങാൻ പറ്റണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട്. അവർ ചിന്തിക്കുന്നത് പോലെ സാഹചര്യങ്ങൾ അവർക്കും നിങ്ങൾക്കും അനുകൂലമായിട്ട് വരുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജി അവരെ പിടികൂടുന്നുണ്ട്. കാരണം നിങ്ങൾക്കിടയിലുണ്ടായ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസുകൾ, തെറ്റിദ്ധാരണകൾ, മറ്റുള്ളവരോട് ഇടപെട്ടിട്ടുള്ള ഫൈറ്റിങ്ങുകൾ, അങ്ങനെ ഒരുപാട് നല്ല ശക്തമാകുന്ന പ്രശ്നങ്ങളെ നിങ്ങളും ആ ഒരു വ്യക്തിനെയും ബേസ് ചെയ്ത് നേരിട്ടിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ്, അതുപോലെ ഈ ഒരു ബന്ധത്തിനൊരു വലിയൊരു തകർച്ച നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ സക്സസ്സിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുന്ന റിലേഷനിൽ ഇവരുടെ ആ ഒരു ബ്ലൈൻഡ് എനർജി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ തെറ്റിദ്ധാരണകൾ, എടുത്ത് ചാട്ടം, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ബന്ധം തകർച്ചയിലേക്ക് എത്തിയതിനുള്ള കാരണമെന്നതും ഈ ഒരു പേഴ്സൺ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ശക്തമായിട്ട് കുറ്റബോധം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നമ്മൾ ആദ്യത്തെ എനർജിയിൽ കണ്ട പോലെ ആ ഒരു കാര്യങ്ങൾ ഓർത്ത് നിങ്ങളും അവർക്കും ഇടയിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ ബേസ് ചെയ്ത് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻസിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത്. ശരിക്കും 1 by 1 ആയിട്ട് ഓരോ കാര്യങ്ങളും ഈ ഒരു വ്യക്തി ചിന്തിക്കുമ്പം ശരിക്കും അവർക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. കാരണം എത്ര വലിയ അബദ്ധമാണ് എടുത്ത് ചാട്ടത്തിൻ്റെ ഫലമായിട്ട് ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത് അവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ട, അതായത് ഒരു മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അവരുടെ മനസ്സിൽ നിൽക്കുന്ന ഭാരമൊന്ന് ഇറക്കി വെക്കണം. ഒരു പക്ഷേ ചിലരൊക്കെ ഒരു കൗൺസിലിംഗ് പോലുള്ളതോ അല്ലെങ്കിൽ മറ്റു സ്പിരിച്വൽ എനർജിയെ ബേസ് ചെയ്തുള്ള വ്യക്തികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗൈഡൻസ് തേടുന്നുണ്ടാവാം കേട്ടോ. കാരണം അവരെ സംബന്ധിച്ച് ശരിക്കും ഒരു മാനസിക വിഭ്രാന്തിയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അത് അവരെ വല്ലാതെ കോൺഫ്ലിക്റ്റ്, അവർക്ക് ചുറ്റുമുള്ളവരുമായിട്ടും ശക്തമാകുന്ന കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരിടത്തും അവർക്ക് സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള ഇമോഷൻസിനെ ചേർത്ത് പിടിച്ച് നിങ്ങളിൽ ഫോക്കസ് ചെയ്ത് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ്. മെസ്സേജ് ആണെങ്കിലും കോൾ ആണെങ്കിലും ഒന്നും നിങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ പോലും അതെല്ലാം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട്, ഒരു ടെലിപ്പതി പോലെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അവരെന്താണെങ്കിലും അവരുടെ ലൈഫിനെ പിടിച്ചു നിർത്താൻ, അവരുടെ മനസ്സമാധാനം അതുപോലെ സന്തോഷം അവർക്ക് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ എനർജിയോടൊക്കെ കണക്ട് ചെയ്താണ് കേട്ടോ കടന്നു പോകുന്നത്. അവർ വെല്ലുവിളി നേരിടുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. അവരുടെ ലൈഫിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് കൊടുത്ത ചില വാഗ്ദാനങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനോട് കാണിച്ച അമിതമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം അവരെ സംബന്ധിച്ച് ഇന്ന് വെല്ലുവിളികളാണ്. ഇന്ന് അതുപോലെ അവർ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അവർ തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന, അതിനേക്കാൾ ഇരട്ടിയായിട്ട് വാങ്ങിയതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസൊക്കെയാണ് കാണുന്നത്. അതുപോലെ തേർഡ് പാർട്ടി എനർജിയിൽ തേർഡ് സിറ്റുവേഷൻസ് ഉള്ളത് ഏത് തേർഡ് സിറ്റുവേഷൻസ് ആണെങ്കിലും ആ എനർജി വളരെ ശക്തമായിട്ട് ഇവരെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഹൈഡ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ കൊടുത്തത് തിരിച്ച് അതിൻ്റെ ഇരട്ടിയായിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. മാത്രവുമല്ല അവർ ചില സാഹചര്യങ്ങളിൽ നിന്നും ഒരുപാട് ബർഡൻ ചുമക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. എല്ലാം ഇറക്കി വെച്ച് എങ്ങോട്ടെങ്കിലും ഒന്ന് ചേഞ്ച് ആയാലോ, ദൂരേക്കൊന്ന് പോയി ഒരു എലോൺ എനർജിയിലൊന്ന് മുന്നോട്ടേക്ക് പോയാലോ എന്നും ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ലൈഫിന് ഇംബാലൻസിങ് എനർജിയാണ്. വിശ്വസിച്ചെടുത്തെന്നെല്ലാം ചീറ്റിംഗ് ആണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. സന്തോഷം നിറഞ്ഞ ഒരു സിറ്റുവേഷൻസിലൂടെ അല്ല കടന്നു പോകുന്നത്. ആഗ്രഹിക്കുന്നത് ഇമോഷണൽ ഒരു ഇംബാലൻസിങ് എനർജിയിൽ നിന്നും ഇമോഷണൽ ബാലൻസിലേക്ക് വരാൻ പറ്റണമെന്നാണ്. ശരിക്കും വെല്ലുവിളി നേരിടുന്നത് എല്ലാ രീതിയിലും ഇംബാലൻസിങ് ആണ്.